നിന്ന് ഒരു ചെറിയൊരു വേദഭാഗം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ പ്രാരംഭമായി അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാം. മർക്കോസ് 14-9 വാക്യം. അവിടെ വായിച്ചത് ശരിയായില്ലല്ലോ. എന്നിട്ട് ചെറിയൊരു വാക്ക് ശരിയാണോ? സുവിശേഷം പ്രസംഗിക്കുന്നിടത്തോളം എന്ന് ആദ്യം വായിച്ച് അല്ലേ? പോട്ടെ സാറേ. പ്രസംഗിക്കുന്നിടത്തെല്ലാം. എന്താണ് സുവിശേഷം? അതെങ്ങനെ പ്രസംഗിക്കണം? ഒരു സുവിശേഷത്തിൻ്റെ പെന്തക്കോസ്തുകാരെന്ന് പറയാൻ സുവിശേഷത്തിൻ്റെ വക്താക്കളാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് സുവിശേഷം അല്ലേ? സുവിശേഷം മൂലമായിട്ടാണ് നമ്മൾ ഈ ദൈവ കുടുംബത്തിൽ അംഗങ്ങളായി തീരുവാൻ ഇടയായത് അല്ലേ? അപ്പോൾ സുവിശേഷത്തെ വിട്ട് നമുക്കൊന്നുമില്ല പറയുവാൻ. സുവിശേഷമാണ് നമ്മളെ രക്ഷിച്ചത്, നമ്മളെ നിലനിർത്തുന്നത്, എല്ലാത്തിനും ആധാരം സുവിശേഷമാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ചിലതൊന്നും അതിനോട് എഗ്രി ചെയ്യുന്നില്ല. റെഫ്രഷ്ക്ക് അതിനോട് യോജിപ്പില്ലെന്ന് തോന്നുന്നു. സുവിശേഷം ഈസ് എവറിത്തിങ്, ഗോസ്പൽ ഈസ് എവറിത്തിങ് ഫോർ us. എല്ലാത്തിനും ആധാരം സുവിശേഷം. അപ്പോൾ ഈ സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ അപഗ്രഥനം, എന്താണ് സുവിശേഷം എന്ന് കർത്താവ് പറഞ്ഞ ഒരു ഭാഗമാണ് നിങ്ങളുടെ ചിന്തയിൽ, എൻ്റെ മനസ്സിൽ നിങ്ങളോട് പറയുവാനായിട്ട് എനിക്ക് തന്ന ആത്മപ്രേരണ. വളരെ അപ്രസക്തമായ ഒരു കഥാപാത്രത്തെ ഊന്നിയാണ് കർത്താവ് ഇത് പറഞ്ഞത്. വേദപുസ്തകത്തിൽ മറ്റൊരിടത്തും കാണാത്ത, ഒരിടത്തും പ്രത്യക്ഷമാകാത്ത, ഏറ്റവും ഒടുവിലത്തെ രംഗത്തിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന, കൃത്യമായി പറഞ്ഞാൽ 14-ാം അധ്യായത്തിൽ അവിടെ വായിക്കുന്നത് 2 ദിവസം കഴിഞ്ഞിട്ട്, 1-ാം വാക്യം, 2 ദിവസം കഴിഞ്ഞിട്ട് പെസഹയുടെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെയും ഉത്സവമായിരുന്നു. കർത്താവിനെ കാണിച്ചു കൊടുത്ത് ഈ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ആ പെരുന്നാളിൻ്റെ സന്ധ്യാസമയത്ത് നമുക്കറിയാം. അപ്പോൾ 2 ദിവസം, പെസഹയ്ക്ക് ജസ്റ്റ് 2 ദിവസം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഇത്. ഏറ്റവും ലാസ്റ്റായിട്ട് നടന്ന ഒരു സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം കർത്താവിന് വലിയ പബ്ലിക്കായിട്ടുള്ള മിനിസ്ട്രി ചെയ്ത് ഒന്നും നമ്മൾ വായിക്കുന്നില്ല. പിന്നെ തന്നെ അറസ്റ്റ് ചെയ്യുന്നു, വിചാരണ ചെയ്യുന്നു, ക്രൂശിക്കുന്നു, അങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ത്രീ, അവളെക്കുറിച്ചൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതെവിടെ വെച്ചാണ് നടന്നത്? മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ ഉപായത്തിൽ പിടിച്ച് കൊല്ലേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിച്ചു. അപ്പോൾ യേശുവിനെ കൊല്ലുക എന്നുള്ളത് മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും ലക്ഷ്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഏറ്റവും 10-ാം വാക്യം എന്ന് വായിച്ച്, പിന്നെ 12 ഒരുത്തനായി ഇസ്കറിയോത്താവായ യൂദ അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. അവരത് കേട്ട് സന്തോഷിച്ചു, അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. അവരും അവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് തക്കം അന്വേഷിച്ചു. അപ്പോൾ ഈ 14-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യത്തിൽ അവനെ കൊല്ലേണ്ടത് എങ്ങനെയെന്ന് അന്വേഷിക്കുന്ന പരീക്ഷന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഉപായത്താൽ എങ്ങനെ അവനെ പിടിച്ച് കൊല്ലാമെന്ന് തക്കം അന്വേഷിക്കുന്നു. 10-ാം വാക്യം അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഇസ്കറിയോത്ത യൂദ അവരെ എങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് തക്കം അന്വേഷിക്കുന്നു. ഇതിൻ്റെ നടുവിലത്തെ ഒരു പാരഗ്രാഫിൽ അവരെ എങ്ങനെ ബഹുമാനിക്കാം, അവരെ എങ്ങനെ ആദരിക്കാമെന്ന് തക്കം അന്വേഷിക്കുന്ന ഒരു സ്ത്രീയെ പറ്റിയാണ്. അവർ കൊല്ലാൻ ശ്രമിക്കാതെ ഞാനും അവർ കൂട്ടത്തിൽ അവയെ അയക്കാമെന്ന് അവൾ ചിന്തിച്ചില്ല. അപ്പോൾ ഈ സ്ത്രീയിൽ നമ്മൾ കാണുന്നത്, യേശു അവളെ പറ്റി പറഞ്ഞത്, സുവിശേഷം ലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കുന്നിടത്തെല്ലാം. ഈ സഭയിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്, ഈ സഭയിൽ ആരെങ്കിലും ഇതിനു മുമ്പ് ഈ സ്ത്രീയെ പറ്റി പ്രസംഗിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ പ്രസംഗം? ഇല്ല. ഉണ്ടോ? അപ്പോൾ തെറ്റായിപ്പോയി. കർത്താവ് പറഞ്ഞു സുവിശേഷം പ്രസംഗിക്കുന്നത് എല്ലാം അവളെക്കുറിച്ച് പറയണമെന്ന്. ഉണ്ടല്ലേ? പ്രൈസ് ദി ലോർഡ്. സുവിശേഷം ലോകത്തിൽ എവിടെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ എസൻസ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷം എന്താണ് എന്ന് വ്യക്തമായി പഠിപ്പിച്ച ഒരു സംഭവമാണ്. ഇതാണ് നമ്മൾ ഈ സംഭവം. ഇതേ സംഭവം 26-ാം അധ്യായത്തിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്.
26-ാം അധ്യായത്തിൽ. അതിൻ്റെ ഒരു പാരലൽ പാസേജ്. യോഹന്നാൻ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ ഇതിൻ്റെ പാരലായിട്ടുള്ളൊരു സംഭവം അല്ല അത്. വാസ്തവത്തിൽ ചില വേദത്തിൽ അതിൻ്റെ പാരലായിട്ട് അത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഈ സംഭവം നോക്കാം. അപ്പോൾ എന്താണ് സുവിശേഷം ലോകത്തിൽ ഒക്കെയും പ്രസംഗിച്ചിട്ടെല്ലാം അവൾ എല്ലാവരും ഉണർന്നിരിക്കുന്നുണ്ട്, ഓർക്കം വരുന്നുണ്ട് ആർക്കെങ്കിലും? അവൾ ചെയ്തതാണ്, അവൾ പറഞ്ഞതല്ല. അവൾ സുവിശേഷം ചെയ്തു. നിങ്ങളെപ്പോഴെങ്കിലും സുവിശേഷം ചെയ്തിട്ടുണ്ടോ? സുവിശേഷം ചെയ്യുവാനുള്ളതാണ്, പറയാനുള്ളതല്ല എന്നാണ് ഇവൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേ കർത്താവ് പറഞ്ഞു സുവിശേഷം അവൾ ചെയ്തത് ആണ് സുവിശേഷം. അവൾ എന്തു ചെയ്തു? നമ്മൾ പറയാം വലിയ ആനക്കാരിയൊന്നും അവൾ ചെയ്തില്ലല്ലോ. എന്താണ് അവൾ ചെയ്തത്? അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊരു വിശകലനം നടത്തി പഠിക്കാം. സ്തോത്രം. ഇവള് 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, ബെഥാനിയിൽ കുഷ്ഠരോഗിയായ ശിമോൻ്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന് അവളുടെ പേര് പറഞ്ഞിട്ടില്ല, അവളുടെ മറ്റൊരു വിശേഷണോട് പറയുന്നത്, ജസ്റ്റ് ഒരു സ്ത്രീ അവൾ പ്രത്യക്ഷപ്പെടുകയാണ് അവിടെ. എന്നിട്ട് എന്ത് ചെയ്തു? വിലയേറിയ ഒരു വെങ്കൽ ഭരണി, വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച് അവൻ്റെ തലയിൽ ഒഴിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഒരു ഡിന്നറിന് യേശുവിനെ ക്ഷണിച്ചതാണ്. എവിടെയാ ഡിന്നറിന് ക്ഷണിച്ച? എവിടെയാ? ബെഥാന്യയിലെ കുഷ്ഠരോഗിയായ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിന്നറിന് പോകാൻ ഇഷ്ടം അല്ലേ? അത് കൈവയ്ക്കേ. ഡിന്നറിന് പോകാൻ ഇഷ്ടമുള്ളവർ ഒരാളേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങളാര്? നിങ്ങളൊരു കുഷ്ഠരോഗി ഇന്ന് വൈകിട്ടൊരു കുഷ്ഠരോടെ വീട്ടിൽ ഡിന്നറുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേര് വരും? ആരും വരത്തില്ല. പക്ഷെ ഞാൻ യേശുവിൻ്റെ മഹത്വം നമ്മൾ കാണുന്നത് കുഷ്ഠരോഗിയുടെ അഭിലാഷവും നിറവേറ്റി കൊടുക്കുവാൻ കർത്താവ് ആ കുഷ്ഠരോഗിയുടെ ഭവനത്തിൽ പോയി. ഉണ്ടോ? ഒരു കുഷ്ഠരോഗി തൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഒരു കേക്ക് നമ്മൾ മേടിച്ച് തിന്നുമോ? എത്ര മഹത്വമാണ് നമ്മളിവിടെ യേശുവിൽ കാണുന്നത് അല്ലേ? ആ കുഷ്ഠരോഗിയുടെ ഭവനത്തിൽ യേശു ഡിന്നറിന് പോയി. അവിടെ എനിക്ക് തോന്നുന്നു അന്ന് ആ ഡിന്നറിന് ഒരുപാട് ആളുകൾ, സാധാരണ യേശു ചെല്ലുന്ന ഭവനത്തിലെല്ലാം വളരെ വീടാണ്, ഭയങ്കര തിരക്കാണ്, ഒരുപാട് ആളുകൾ. നമുക്കറിയാം മർക്കോസ് ഈ സുവിശേഷം തന്നെ 3-ാം അധ്യായത്തിൽ യേശു ഇരിക്കുന്നെന്നറിഞ്ഞ് ആ വീടിൻ്റെ വന്നവരെ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചാണ് ആ രോഗിയെ ഇറക്കി വെക്കുന്നത്. അത്രയ്ക്ക് ഒരു ക്രൗഡാണ് അവിടെ. ഇവിടെ കുഷ്ഠരോഗി വീട്ടിൽ ഡിന്നർ ആളുകൾ അറ്റൻഡൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് യേശു ഇരിക്കുന്ന സ്ഥലത്തിനടുത്ത് വന്ന് യേശുവിൻ്റെ തലയിൽ തന്നെ തൈലം ഒഴിക്കുവാൻ ഈ സ്ത്രീക്ക് കഴിഞ്ഞു. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. യേശുവിൻ്റെ തലയിൽ ഇവിടെ ഈ വേദഭാഗത്തും മത്തായി 26-ലും ഒരു റാത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ യോഹന്നാൻ 12-ലും ഒരു റാത്തലിന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പോട്ടെ, ഇവിടെ ഈ തൈലം ഒരു റാത്തൽ പൊട്ടിച്ച് കുപ്പി തുറന്നു എന്നല്ല, പൊട്ടിച്ച് യേശുവിൻ്റെ തലയിലോട്ടൊക്കെ ഒഴിച്ചു. എങ്ങനെ ഇരിക്കും? നല്ലൊരു ഡിന്നറിന് വന്നാൽ നിങ്ങളൊരു വീട്ടിൽ ഡിന്നർ ചെല്ലുമ്പോൾ നിങ്ങളുടെ തലയിൽ ഒരു റാത്തൽ തൈലം ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? നമ്മൾ എന്തുമാത്രം അസഹനീയമായ ഒരു അവസ്ഥയിലായിരിക്കും എന്ന് ചോദിക്കും അല്ലേ? ആ തലയിൽ നിന്ന് തല കഷണ്ടിയാണ്, പെട്ടെന്ന് അത് ഒഴുകി താടി മീശയിലെല്ലാം ഒഴുകി, ഷർട്ടിലും കുപ്പായെല്ലാം ഒഴുകി നനഞ്ഞ്. ഈ തൈലം എന്ന് പറയുന്നത് സാധാരണ തൈലമല്ല, വളരെ ഈ ഒട്ടുന്ന വളരെ പശയുള്ള ഈ ഒറിജിനലായിട്ടുള്ള വളരെ വലിയേറിയ തൈലമാണ് ഒഴിച്ചത്. അത് ഒഴുകി ഷർട്ടും എല്ലാം നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, വെള്ളത്തിൽ കൊണ്ട കോഴിയെപ്പോലെ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക. എത്രയോ അല്ലേ, ഒരു അസഹനീയമായ ഒരവസ്ഥയിൽ യേശു ഇങ്ങനെ നിൽക്കുക. നിങ്ങളെല്ലാവരും മനസ്സിൽ സങ്കല്പിച്ചിരിക്കുക. ഒരു റാത്തൽ ഈ തൈലം തല മുതൽ പാദം വരെ ഉടുപ്പെല്ലാം ഒഴുകി ഡിന്നറിന് ചെന്നതാണ്. അപ്പോൾ ഇവിടെ വായിക്കുന്നത് എൻ്റെ അവിടെ ചിലർ തൈലത്തിൻ്റെ ഈ വെറും ചിലവ് എന്തിന്? ഇത്
300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പാൻ കഴിയുമായിരുന്നല്ലോ എന്നിങ്ങനെ ഉള്ളിൽ നീരസപ്പെട്ട് അവളെ ഭത്സിച്ചു. ഓക്കെ. എന്നാൽ യേശു ഇവളെ വിടുവിൻ, അവളെ അസഹ്യപ്പെടുത്തുന്നത് അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. അപ്പോൾ ഇവിടെ അവളെ ഭത്സിച്ചു, പിന്നെ അവളെ നീരസപ്പെട്ടു, ഭത്സിച്ചു, പിന്നെ അവളെ പിടിച്ചു വെച്ചു, അവളെ കസ്റ്റഡിയിലെടുത്തു. ഇവളെ വിടുവിൻ എന്ന് കർത്താവ് അവിടെ പറയുന്നു. അപ്പോൾ അവളെ പിടിച്ച് ഇനി അവൾ ഒഴിക്കും എന്നൊക്കെ അവർ പ്രതീക്ഷിച്ച് അവളെ അസഹ്യപ്പെടുത്തിയപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു പദം അവളെക്കുറിച്ച്, അവൾ എങ്കിൽ നല്ല പ്രവൃത്തിയല്ലോ ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ 14-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഷീ ഹാസ് ഡൺ എ ബ്യൂട്ടിഫുൾ തിങ് എന്നാ, അല്ലേ? ക്യാൻ യു റീഡ് ഇറ്റ് സംബഡി? അത് ബ്യൂട്ടിഫുൾ തിങ്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും അല്ലേ? എൻ്റെ തലയിൽ ഇതെല്ലാം ഒഴിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ദിസ് ഈസ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ 2 പദങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഒന്ന് അഗത്തോസ് എന്നും കേലോസ് എന്നും. 2 പദം നല്ലതിന്. ഒന്ന് നല്ലത് അഗത്തോസ്, പക്ഷെ കേലോസ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ, വളരെ നല്ലത്. അപ്പോൾ യേശുവോട് ഉപയോഗിച്ചത് ഈ കേലോസ് എന്ന പദമാണ്. അപ്പോൾ അതാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ബ്യൂട്ടിഫുൾ എന്ന് വന്നിരിക്കുന്നത്. മലയാളം ഭാഷയിൽ നല്ലതെന്നേ ഉള്ളൂ. അവൾ എങ്കിൽ നല്ല പ്രവൃത്തി, പക്ഷേ അങ്ങനെയല്ല. ഷീ ഹാസ് ഡൺ എ ബ്യൂട്ടിഫുൾ തിങ്. വളരെ നല്ല മനോഹരമായ ഒരു കാര്യം അവൾ ചെയ്തു എന്ന് അവളെക്കുറിച്ച് യേശു പറഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ തോമസ് അക്വിനാസിൻ്റെ, നിങ്ങൾക്കറിയാം, ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകം, ലോകത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകം. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, മാൻ സീസ് ദി ഡീഡ് ബട്ട് ഗോഡ് സീസ് ദി ഇൻറ്റൻഷൻ. ഒരു പ്രവൃത്തിയുടെ ബാഹ്യമായി അതിനെ വിലയിരുത്തുന്നവരാണ് മനുഷ്യർ, പക്ഷെ ദൈവം അതിൻ്റെ ഉദ്ദേശത്തെ വിലയിരുത്തുകയും അതിനെ മാനിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് അവളത് ചെയ്തു, എന്തുകൊണ്ട് അവളെ അത് ചെയ്യുവാൻ പ്രേരിപ്പിച്ച ആ പ്രേരണ എന്താ? സ്തോത്രം. അത് കണ്ടു. ശിഷ്യന്മാരോടുള്ളവരും കാണാതിരുന്ന കാര്യങ്ങൾ, ആ പ്രവൃത്തിയുടെ അടിയിൽ വ്യാപരിച്ച ആ വലിയ ആ സ്നേഹത്തെ യേശു കണ്ടു. അപ്പോൾ സുവിശേഷം, അപ്പോൾ ഇതിനെ പറ്റിയാണ് 3 കാര്യങ്ങൾ കർത്താവ് ഇവളെപ്പറ്റി ഇവിടെ പറഞ്ഞു. അവളെങ്കിൽ നല്ല പ്രവൃത്തി എന്ന് കർത്താവ് അവളുടെ പ്രവൃത്തിയെപ്പറ്റി പറഞ്ഞു. നല്ല പ്രവൃത്തി. അപ്പോൾ ആ പ്രവൃത്തി, നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തിയുടെയും ബാഹ്യമായി അല്ല അതിൻ്റെ കർത്താവ് വിലയിരുത്തുന്നത്. പിന്നെയോ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ, അതെന്തുദ്ദേശത്തോടെ നമ്മൾ ചെയ്തു, എന്തുകൊണ്ടത് ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു, അതാരും ലോകത്തിൽ സാധാരണ മനുഷ്യ കണ്ണുകൾക്ക് കാണാത്ത കാര്യങ്ങളെ കാണുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും മനുഷ്യൻ വിലയിരുത്തുന്ന പോലെ ദൈവം വിലയിരുത്തത്തില്ല. എന്ത് ഉദ്ദേശത്തോടുകൂടെ ചെയ്തു, വാട്ട് ഈസ് ദ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് ഇറ്റ്, എന്തിനു വേണ്ടി അത് ചെയ്തു. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഒന്നാമത്തെ എക്സ്പ്ലനേഷൻ അവിടെയാണ്. നല്ല പ്രവൃത്തിയാകണമെങ്കിൽ അത് എന്ത് ചെയ്യണം? സ്നേഹത്തിൽ ചെയ്യണം. യേശു ഇവൾക്ക് വേണ്ടി ഏതോ ചെയ്തു, വലിയ കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ ചെയ്തതിനുള്ള ഏറ്റവും ഒടുവിൽ അവസാനമായി യേശുവിനൊരു പ്രവൃത്തി ചെയ്യണമെന്നുള്ള ഇവളുടെ ദീർഘവർഷത്തെ ഒരു കാൽക്കുലേഷനിൽ കൂടെയാണ് അവൾ ഈ പ്രവൃത്തിക്ക് തുനിഞ്ഞത്. ഞാനത് ഇനി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് ഉദ്ദേശശുദ്ധിയായിരിക്കും. സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തിനാ? ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം. അതാണെങ്കിൽ അതിനെ സ്വർഗം മാനിക്കത്തില്ല, ഒരിക്കലും സ്വർഗം അംഗീകരിക്കത്തില്ല. അതെപ്പോഴും ഓർത്തോളൂ. അപ്പോൾ നല്ല പ്രവൃത്തിക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായി ചെയ്യുന്ന പ്രവൃത്തിയെയാണ് സുവിശേഷ പ്രവൃത്തി എന്ന് പറയുവാൻ ദൈവം അനുവദിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്,
അവൾ തന്നാൽ ആവത് ചെയ്തു, കഴിവിൻ്റെ പരമാവധി അവൾ ചെയ്തു. ഞാനും നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളെല്ലാവരും സുവിശേഷ പ്രവർത്തനങ്ങൾ ദീർഘവർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും പറയാൻ കഴിയുമ്പോൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തു പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഐ ഹാവ് ഡൺ ദ ബെസ്റ്റ്, ദ മാക്സിമം, സാക്രിഫിഷ്യലി ഞാനത് ചെയ്തു എന്ന് നമുക്ക് ആർക്കെങ്കിലും അഭിമാനിക്കാൻ പറ്റുമോ? പക്ഷെ ഇവളെ പറ്റി കർത്താവ് പറഞ്ഞത് അവൾ തൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തു. ഇനി ഞാൻ പറയാൻ പോവാ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഈ തൈലത്തിൻ്റെ വില എത്ര? 300-ലധികം എന്ന് പറഞ്ഞാൽ അന്ന് ഒരാളുടെ ഒരു ദിവസത്തെ ശമ്പളം 1 വെള്ളിക്കാശ്. ഒരു പുരുഷൻ്റെ ഒരു ദിവസത്തെ ജോലി 8 മണിക്കൂർ ചെയ്താൽ അവന് കിട്ടുന്ന കൂലിയാണ് 1 വെള്ളിക്കാശ്. അങ്ങനെയാണെങ്കിൽ ഈ തൈലം വാങ്ങാൻ 1 വർഷത്തെ സാലറി മുഴുവൻ ഉപയോഗിക്കണം. സാക്രിഫൈസ്. സ്തോത്രം. ഒരു പുരുഷൻ്റെ എത്ര കൂലിയില്ല സ്ത്രീകൾക്കുണ്ടോ? നാട്ടിലും ഇല്ല. അമേരിക്കയിലുണ്ടോ? അമേരിക്കയിലുണ്ടല്ലേ? ഓക്കെ, ഗുഡ്. അമേരിക്ക കൂടുതലുണ്ടല്ലേ? അവർക്കാ കൂടുതൽ. അപ്പോൾ മിഡിൽ ഈസ്റ്റിലും നമ്മുടെ രാജ്യത്തൊക്കെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കാർ അവരത്ര ജോലി ചെയ്തില്ല. അവരിങ്ങനെ അല്ലേ തൊഴിൽ ഉഴപ്പ്, തൊഴിൽ അറപ്പ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോറി. അപ്പോൾ അവർക്ക്, ഒരു സ്ത്രീക്ക് തൈലം വാങ്ങണമെങ്കിൽ 2 വർഷം അവൾ ജോലി ചെയ്ത മുഴുവൻ ശമ്പളവും ഉപയോഗിച്ചാണ് അവൾ ഈ തൈലം വാങ്ങി. സ്തോത്രം. കൻ യു ജസ്റ്റ് ഇമാജിൻ എന്തുമാത്രം സാക്രിഫൈസ്. 2 വർഷത്തെ ദശാംശമല്ല കേട്ടോ, 2 വർഷത്തെ മുഴുവൻ ശമ്പളം. നിങ്ങളൊരാൾ അമേരിക്കയിൽ വന്ന് 2 വർഷം ജോലി ചെയ്തിട്ട് വീട്ടിൽ പോകുമ്പോൾ നിങ്ങളുടെ അപ്പച്ചന് രൂപ തൈലവും മേടിച്ചുകൊണ്ട് ചെന്ന എങ്ങനെ ഇരിക്കും? നിങ്ങൾ 2 വർഷം അമേരിക്ക ജോലി ചെയ്ത് അപ്പച്ചാൻ ഞാൻ 2 വർഷത്തെ ശമ്പളവും കൊണ്ട് അപ്പച്ചന് ഒരു രൂപ തൈലം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു പെർഫ്യൂം കൊണ്ടുവന്നു. സ്തോത്രം. കുറച്ച് മാറി എന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ 2 വർഷത്തെ അധ്വാനം കൊണ്ട് അവളുടെ കാൽക്കുലേഷൻ, അവളുടെ കഴിവിൻ്റെ പരമാവധി യേശുവിനെ മാനിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് അവൾ ഈ തൈലം വാങ്ങി. അപ്പോൾ ആ ത്യാഗത്തെ കർത്താവ് കണ്ടു. അതവൾ കർത്താവോട് പറഞ്ഞ് അവൾ തന്നാൽ ആവത് ചെയ്തു, കഴിവിൻ്റെ പരമാവധി ചെയ്തു. സ്തോത്രം. കോറി ടെൻ ബൂം എന്ന് പറയുന്ന ആ വനിത പറഞ്ഞു, ഗോസ്പൽ ഈസ് ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ് ഓഫ് എ ഗ്രേറ്റസ്റ്റ് പേഴ്സൺ എവർ ലിവ്ഡ് അബൌട്ട് ദ ഗ്രേറ്റസ്റ്റ് സാക്രിഫൈസ് എവർ മെയ്ഡ്. ഒരു മഹത്തായ മനുഷ്യൻ്റെ മഹത്തായ ത്യാഗത്തിൻ്റെ ഏറ്റവും മഹത്തായ കഥയാണ് സുവിശേഷം. അതാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. ഒരു മഹത്തായ ഗോസ്പൽ ഈസ് ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ് ഓഫ് എ ഗ്രേറ്റസ്റ്റ് പേഴ്സൺ എവർ ലിവ്ഡ് ബട്ട് ദ ഗ്രേറ്റസ്റ്റ് സാക്രിഫൈസ് എവർ മെയ്ഡ്. നോ വൺ ക്യാൻ മേക്ക് ഗ്രേറ്റർ സാക്രിഫൈസ് ദാൻ ജീസസ്. യേശു ക്രിസ്തുവിനേക്കാൾ മഹത്തായ ത്യാഗം ചെയ്യുവാൻ ലോകത്തിൽ ആരെയെ കൊണ്ടും കഴിയത്തില്ല. ആ കഥയാണ് സുവിശേഷം. അപ്പം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സുവിശേഷത്തിൻ്റെ അന്തസത്യം എന്ന് പറഞ്ഞാൽ സ്നേഹം, ത്യാഗം ഏറ്റവും അധികം. അതുകൊണ്ട് ഈ സന്ദേശത്തിന് എന്നും പ്രസക്തിയുണ്ട്. ഓൺലി ഗോസ്പൽ ക്യാൻ സേവ് ദ പീപ്പിൾ. ലോകത്തെ രക്ഷിക്കുവാൻ കഴിയുന്ന ഈ സുവിശേഷത്തിന് മാത്രമേ ഉള്ളൂ. കാര്യം ഇതെന്ന് പറയുന്ന ഒരു മെയ്ഡ് അപ്പ് സ്റ്റോറി അല്ല, ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. ഓക്കെ. അപ്പോൾ ഈ ഒരു റാത്തൽ തൈലത്തിൻ്റെ ഏത് പ്രവൃത്തിയുടെയും വില അതിന് കൊടുക്കുന്ന ത്യാഗത്തിൻ്റെ വിലയാണ്, അല്ലേ? ഏത് പ്രവൃത്തിയെയും വിലയിരുത്തുന്നത് അതിൻ്റെ പിൻപിലുള്ള ത്യാഗം. അങ്ങനെയാണ് ഈ സുവിശേഷം ഏറ്റവും മഹത്തായ ഒരു ത്യാഗത്തിൻ്റെ
കഥയാണ് സുവിശേഷം. സ്തോത്രം. അപ്പോൾ ഇനി കർത്താവ് പറഞ്ഞു മൂന്നാമത്തെ സംഗതി, 3 കാര്യം കർത്താവ് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? അവൾ കല്ലറയിലെ അടക്കത്തിനായി എൻ്റെ ദേഹത്തിന് മുൻപ് കൂട്ടി തൈലം തേച്ചു. അങ്ങനെ മുൻപ് കൂട്ടി, അവൾ മുൻപ് കൂട്ടി ചെയ്തു. മുൻപ് കൂട്ടി ചെയ്യണേ എന്ത് ചെയ്യണം? ഈ കർത്താവ് മരിക്കുമെന്നും അടക്കം ചെയ്യുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഒക്കെ പറഞ്ഞിട്ട് തൻ്റെ ശിഷ്യന്മാർ പോലും അത് അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. പക്ഷെ ഇവൾ അതെല്ലാം കർത്താവ് പറഞ്ഞതെല്ലാം വിശ്വസിച്ച്, വിശ്വാസത്താൽ അവൾ കർത്താവിൻ്റെ ശരീരത്തിൽ അടക്കത്തിനായി തൈലം പുരട്ടി. കണ്ടോ? ഈ 16-ാം അധ്യായത്തിലേക്ക് എന്ന് വന്നേ, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വായിച്ച് സബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും വായിച്ചേ. ആ ആ അപ്പം സുഗന്ധവർഗം വാങ്ങി പൂശാനായിട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ യേശു, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ വചനം വിശ്വസിക്കാതെ ആ മൃതശരീരത്തിൽ തൈലം വാങ്ങി പോയ ആരാ? അവിശ്വാസികളായ കുറേ സഹോദരിമാർ. കർത്താവ് പറഞ്ഞു വിശ്വസിക്കാതെ പോയി. പൂശാൻ പറ്റിയോ? ഇല്ല. ഇവർ ഈ കൊണ്ടുപോയി തൈലമായിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ സങ്കല്പിക്കുക, ഈ തൈലമായിട്ട് പോയ കൊച്ചന്മാർ പൂശാൻ പറ്റാതെ ഇങ്ങനെ ദുഃഖിച്ചിങ്ങനെ തൈലം പിടിച്ചുകൊണ്ട് തിരിച്ച് വരുമ്പോൾ വഴിക്ക് വെച്ച് ഇവളെ കണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഇവള് ചോദിച്ചു, ആ കൊച്ചമ്മ എവിടെ പോയതാ രാവിലെ? എവിടെ ഞങ്ങൾ പൂശാൻ പോയതാടി. എന്നിട്ട് പൂശാൻ പറ്റിയില്ല. അപ്പോൾ ഇവള് ചിരിച്ചു. എന്താടി നീ ചിരിക്കുന്നത്? കൊച്ചമ്മ ഞാൻ പൂശി വിട്ടു. ഞാൻ എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടവർക്ക് വേണ്ടി ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നതാണ് സുവിശേഷം. മനസ്സിലായോ? വേറെ ഒന്നുമില്ല, ഇത് നല്ല ഡെഫിനിഷനാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടവർക്ക് വേണ്ടി ചെയ്യണം. അതാണ് ഈ മഹത്തായ കഥയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുന്ന പാഠം. ഇത് നമ്മൾക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ആപ്ലിക്കബിളാണ്. പാസ്റ്റർമാർക്ക് മാത്രമല്ല, എവ്രിബഡി ഹാസ് ടു ഫോളോ ദ സെയിം പാറ്റേൺ. ഇതാണ് സുവിശേഷം. സുവിശേഷത്തിൻ്റെ ശക്തി ഇല്ലാതായിത്തീരുന്നത് എന്തുകൊണ്ടാണ്? ഈ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യാത്തതുകൊണ്ടാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പവർഫുള്ളാണ്. പക്ഷെ നമ്മളതിനെ എന്ത് ചെയ്യുന്നില്ല? ആ ഫോർമാറ്റിൽ അതിൻ പ്രകാരം നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് ഉദ്ദേശശുദ്ധിയില്ല. ഉദ്ദേശശുദ്ധിയാണ് ദൈവം വിലയിരുത്തുന്നത്. സ്തോത്രം. സ്നേഹത്തിലൂടെ ചെയ്യുന്നതാണ് ദൈവം വിലയിരുത്തുന്ന അല്ലെങ്കിൽ വിലമതിക്കുന്നത്. സ്തോത്രം. ത്യാഗം, എല്ലാത്തിൻ്റെയും പിൻപിൽ ഒരു മഹത്തായ ത്യാഗം ഉണ്ട്. ത്യാഗം ചെയ്തവരുടെ കഥ, വര്യന്മാരുടെയൊക്കെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കണം. എത്രയോ മഹത്തായ ത്യാഗത്തിൻ്റെ കഥയാണ്. സ്തോത്രം. ജോൺ പാറ്റൺ എന്ന് പറയുന്ന അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂ ഹൈബ്രിഡ്സ് ഐലൻഡിൽ, നരഭോജികളുടെ ഐലൻഡിൽ പോയ ഒരു കഥ. അതൊക്കെ ഇൻ്റർനെറ്റിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. 7 വർഷക്കാലം അദ്ദേഹം ഈ സമുദ്രതീരത്താണ് ഉറങ്ങിയത്, താനും തൻ്റെ കുടുംബവും. നരഭോജികൾ അദ്ദേഹത്തെ കൊന്നു തിന്നുവാൻ ഒരുപാട് പ്രാവശ്യം ഇവർ വളഞ്ഞിട്ടുണ്ട്. രാത്രി രക്ഷിക്കപ്പെട്ട ശേഷം അവർ ചോദിച്ചു, താങ്കൾ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നപ്പോൾ ഇംഗ്ലണ്ടിലെ സൈന്യവുമായിട്ടാണോ വന്നത്? ഇവരെ കൊന്ന് ഇവരുടെ പച്ചമാംസം ഭക്ഷിക്കുവാൻ ഈ നരഭോജികൾ രാത്രി ഇവരെ ചുറ്റിയപ്പോൾ വലിയ സൈന്യം ഇവരെ വളഞ്ഞിരിക്കുന്നതായിട്ട് ഇവർ കണ്ട് ഓടിപ്പോവുകയാണ്. സ്തോത്രം. അപ്പോൾ പിന്നീടാണ് അവരോട് പറഞ്ഞത്, ദൈവത്തിൻ്റെ ശക്തമായ ദൂതന്മാരായിരുന്നു ഇവരെ കാവൽ ചെയ്തുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ 7 വർഷം കഠിന പ്രയത്നം ചെയ്താണ് ആ നരഭോജികളുടെ ആ ഐലൻഡ് നരസ്നേഹികളുടെ ഐലൻഡാക്കി മാറ്റുവാൻ ദൈവം ജോൺ പാറ്റനെ ഉപയോഗിച്ചു.
ഈ പ്രവർത്തി ജോൺ വില്യം കേറി ഇന്ത്യയിൽ വന്ന ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇത്ര ത്യാഗത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ അച്ചടിശാല തീ കത്തിപ്പോയതും അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് മരിച്ചതും. ആ കഥ ഞാൻ ആ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്, വെസ്റ്റ് ബംഗാളിൽ. എത്രയോ ത്യാഗത്തിൻ്റെ ചരിത്രമാണ്. സ്തോത്രം. സുവിശേഷം സമ്പന്നതയുടെ കഥകളല്ല. സ്തോത്രം. കോറി ടെൻബും അവരുടെ സഹോദരി ബെറ്റ്സി, അവരൊക്കെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസി തടവറകൾ അനുഭവിച്ച യാതനകളുടെ ചരിത്രം, രക്തക്കറകൾ, രക്തം. ഞാൻ റോമിൽ കാറ്റാക്കംസിൽ പോയിട്ടുണ്ട്. ആ 6 കോടി ആളുകൾ രക്തസാക്ഷികളായി അവരെ കൊലോസിയത്തിലേക്ക് കയറുന്ന അതിന് മുമ്പിൽ ഇപ്പോഴും ആ കല്ലുണ്ട്. ആളുകൾ പിടഞ്ഞ് വന്യമൃഗങ്ങളുമായി യുദ്ധം ചെയ്ത് കിടന്ന് പിടയ്ക്കുമ്പോൾ അവരെ കൊണ്ടുവച്ച് കൊന്ന കല്ലാണ്. 6 കോടി 1, 2, 3 നൂറ്റാണ്ടിൽ വിശ്വാസ നിമിത്തം ജീവത്യാഗം ചെയ്തവർ. കാറ്റാക്കോംസിൽ എഴുതി വെച്ചിട്ടുണ്ട്, വിറ്റ വിറ്റ ജീവൻ ജീവൻ നിത്യജീവൻ. ആമേൻ. കർത്താവ് പറഞ്ഞു, ആരെങ്കിലും ഈ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും, കണ്ടെത്തുന്നവർ അതിനെ കളയും. പ്രൈസ് ദി ലോർഡ്. എന്തുവാ സുവിശേഷം? എന്തിനാ കർത്താവ് രക്ഷിച്ച്? നമുക്കൊരു നിത്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടങ്ങളെല്ലാം അവസാനിക്കുന്നുവെങ്കിൽ 1 Corinthians 15:19 പൗലോസ് പറഞ്ഞു, ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. ഓൺലി ഇഫ് യു ഹാവ് ഹോപ്പ് ഇൻ ദിസ് ലൈഫ്. ഈ ജീവിതത്തിന് വേണ്ടി ഇവിടെ തിന്നുവാനും കുടിക്കുക, ഇവിടെ നന്നായിരിക്കുവാനും, അതല്ല സുവിശേഷം. ഒരു നിത്യത നമുക്കുണ്ട്. ആ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് ഹെഡ്ലൈറ്റ് ഇല്ല, ഓൺ ചെയ്യാതെ രാത്രി വണ്ടി ഓടിക്കുന്ന പോലെ പോവുക എവിടെയോ. ഒരാൾ പറഞ്ഞു, ഇഫ് യു ഡോണ്ട് നോ വെയർ യു ആർ ഗോയിങ് യു വിൽ എൻഡ് അപ്പ് സംവെയർ. ഇത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. യു വിൽ എൻഡ് അപ്പ് സംവെയർ. ഓക്കെ. ഞാൻ ഒരു കഥ വായിച്ചിട്ടുണ്ട്. ഒരു വിമാനം JFK ഉയർന്ന് കുറച്ചങ്ങ് ഉയർത്തി ചെന്നപ്പോൾ സീറ്റ് ബെൽറ്റ് സൈനെല്ലാം പോയി, എല്ലാവരും തിന്നാനും കുടിക്കാൻ. ഇപ്പോൾ ക്യാപ്റ്റൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നു, I have a good news as well as a bad news. Good news is that we are traveling, you are all safe, we are all happy, you are eating, drinking, everything is good. That's the good news. Bad news എന്ന് പറയുന്നത്, the navigational system is not working properly, so we don't know where we are going. That is exactly the same thing today happening. നാവിഗേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. നിങ്ങൾ എയർക്രാഫ്റ്റ് അറിയാമോ? ഞാൻ ആ ഫീൽഡിൽ കുറച്ച് വർക്ക് ചെയ്തതാണ്. നാവിഗേഷൻ സിസ്റ്റം ഇല്ലെങ്കിൽ you can fly anywhere, but you don't know the direction, where you are going, where you are going to land, എവിടേക്കാണ് പോകുന്നത്. സ്വത്രം. നമ്മുടെ പിതാക്കന്മാരൊക്കെ പാട്ടെഴുതി, എന്തുവാ, സിയോൻ സഞ്ചാരിയായി യേശുവിൽ ചാരിജാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ. പിന്നെ മോക്ഷയാത്ര, അതൊക്കെ അനുഭവത്തിലൂടെ എഴുതിയ പാട്ടുകളാണ്. നമ്മളിന്ന് എവിടോട്ടാണ് പോകുന്നത്? വേർ ആർ യു ഗോയിങ്? വാട്ട് ഇസ് യുവർ എയിം? വാട്ട് ഇസ് യുവർ ഡയറക്ഷൻ? എന്താണ് ജീവിതത്തിൽ? ലക്ഷ്യമില്ലാതെ അനേകർ പോകുന്നൊരു കാഴ്ചയാണ് അല്ലേ? സ്തോത്രം. സുവിശേഷത്തിൻ്റെ അന്തസ്സത്തെ കർത്താവിടെ പറഞ്ഞു. അവളെ പ്രശംസിച്ചു. എന്താ പറഞ്ഞത്? അതുകൊണ്ടാണ് പറഞ്ഞത്, സുവിശേഷം ലോകത്തിലൊക്കെയും, 9-ാം വാക്യം, സുവിശേഷം ലോകത്തിൽ പ്രസംഗിക്കുന്നതൊക്കെയും അവൾ ചെയ്തത്, ഓർത്തോണം, അവൾ ചെയ്തത്. അവളൊന്നും പബ്ലിസിറ്റി കൊടുത്തില്ല, ഒരു കവറേജുകൾ കൊടുത്തില്ല. കൊടുത്തോ? ഇന്നത്തെ പോലെ ഉള്ള ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ ഒന്നും, നോ, അബ്സല്യൂട്ട്ലി നത്തിങ്. നമ്മളിത് പരിശോധന നടത്തിയ 10 പേരെ കുറിച്ച് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇതൊക്കെ നമ്മൾ ആരെയെ കാണിക്കാനാ? അവളൊന്നും പറഞ്ഞില്ല, അബ്സല്യൂട്ട്ലി. അവൾ രഹസ്യമായിട്ട് കുപ്പിയും പുറകെ പിടിച്ചോണ്ട് വന്നു, ഇവിടെ അടുത്ത് വന്ന് പൊട്ടിച്ചു, ഒരൊഴി ഒഴിച്ചു. She didn't say anything. What I'm going to do? She did it. നിങ്ങൾക്ക് എല്ലാം നന്നായിട്ട് പറയുന്നവരെയാണ് ഇഷ്ടം, പ്രവർത്തിക്കുന്നവരെയാണ് ഇഷ്ടം? ദൈവത്തിന് ഇഷ്ടം കാര്യങ്ങൾ ചെയ്യുന്നവരെ. സ്തോത്രം. ഇനി യോഹന്നാൻ 19-ാം അധ്യായത്തിൽ ഈ ഒരു റാത്തലിനേക്കാൾ കൂടുതൽ ഒഴിച്ച ഒരാളുടെ ഒരു ചരിത്രം അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. സമയമായോ ഗില്ലസ് പാസ്റ്റർ?
ഓക്കെ, 5 more minutes അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിൽ 38-39 വാക്യം വായിച്ചേ. ആ ആ ആ മരിച്ചു കഴിഞ്ഞപ്പോൾ വലിയ ധൈര്യമായിട്ട് വന്നിരിക്കുക പുള്ളി. ആ ആ ആ ആ നിക്കോദിമോസിനും വലിയ ധൈര്യവാദം. ആ രണ്ടുപേരും കൂടെ കൂട്ടി, അണ്ണനും തമ്പിയും കൂടെ കൂടി എന്ത് ചെയ്തു? ആ ആ 100 റാത്തൽ വണ്ടി വിളിച്ച് 100 റാത്തലും കൂടെ വന്നിരിക്കുന്നത്. 100 റാത്തൽ പറഞ്ഞാൽ എത്ര? 50 കിലോ അല്ലെങ്കിൽ 100 പൗണ്ട്സ്. നിങ്ങൾ വാൾമാർട്ടിൽ പോയി 100 കിലോയുടെ സാധനം മേടിച്ച് എങ്ങനെ 100 പൗണ്ട് എങ്ങനെ കൊണ്ടുവരുന്നത്? നിങ്ങളുടെ ബാഗ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യേണ്ടി വരും. 100 റാത്തൽ. ഐ ഡോണ്ട് നോ ഹൗ ദേ ബ്രോട്ട് ഇറ്റ്. 100 റാത്തൽ കൊണ്ടുവന്നു. മൃതശരീരത്തിൽ അങ്ങനെയാണ് പരട്ടുന്നത്. യഹൂദന്മാരുടെ കഷ്ണം 100 റാത്തൽ 100 മകല്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഈ 1 റാത്തൽ ഒഴിച്ച ഈ സ്ത്രീയെ പറ്റിയാണോ പ്രശംസിക്കാൻ ഉള്ളത്? അതോ 100 റാത്തൽ കൊണ്ടുവന്ന നിക്കോദിമോസ്, യോസഫ് കൂട്ടുകെട്ടോ അവരെ കുറിച്ചല്ലയോ പ്രശംസിക്കേണ്ടത്? അല്ലേ? പക്ഷേ കർത്താവ് പറയാഞ്ഞേ, ഈ 100 റാത്തൽ ഒഴിച്ചവരെ കുറിച്ച് എന്ത് ചെയ്യണം? ലോകം മുഴുവൻ പ്രസംഗിക്കണം. പറഞ്ഞോ? അതിൻ്റെ ഉത്തരം പറയാം. ജീവനോടെ ഇരിക്കുമ്പോൾ ഒഴിക്കുന്ന 1 റാത്തലാണ് മരിച്ച ശേഷമുള്ള 100 റാത്തലിനേക്കാൾ പ്രശംസനീയം. നമ്മുടെ അമ്മ മരിക്കാറ് ചത്ത് കഴിയുമ്പോൾ പട്ട് പുതപ്പിക്കാൻ നല്ല ജീവനോടിരിക്കുമ്പോൾ 10 പറ്റ് കൊടുക്കുന്നതാണ് അല്ലേ? ജീവനോടിരിക്കുമ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ടവർക്ക് വേണ്ടി ചെയ്യുന്നതാണ് സുവിശേഷം. സമ്മതിക്കുന്നതിനോട് കൂടെ ചേർന്ന് സ്തോത്രം. സുവിശേഷം യേശു സകലവും എന്ത് ചെയ്തു? യേശു ക്രൂശിൽ കിടന്ന് അവസാനമായിട്ട് പറഞ്ഞെന്താ? ഞാൻ ഏകദേശം 90% ചെയ്ത് 10% ബാക്കി 10% ചെയ്തോളാൻ പറഞ്ഞോ? He did everything. സകലവും നിവൃത്തിയായി. സകലവും നിവൃത്തിയായി. ടെറ്റലസ്റ്റായി എന്ന ഗ്രീക്കിൽ ഒരൊറ്റ പദമാണ് ടെറ്റലസ്റ്റായി. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? പെയ്ഡ് കംപ്ലീറ്റ്ലി, പെയ്ഡ് അപ്പ് ഫുൾ, മുഴുവനും കൊടുത്തു. മനുഷ്യവർഗം വരുത്തിവെച്ച പാപത്തിൻ്റെ മുഴുവനും യേശു കൊടുത്തു. നത്തിങ് ലെഫ്റ്റ്. ആ മഹത്തായ ത്യാഗം. സ്തോത്രം. നമ്മൾക്ക് മരണത്തിലും അല്ലേ, മനുഷ്യനെ അല്ലേ മരിക്കുമ്പോൾ നമ്മൾ എത്ര ബഹുമാനിക്കും ഒരു ബോഡിയെ അല്ലേ? പക്ഷേ യേശുവിനെ മരിച്ചു കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? അവർ പഴിച്ചു, ദുഷിച്ചു, നിന്ദിച്ചു. ഒരു എഴുത്തുകാരൻ എഴുതിക്കുന്ന ഹി ഹാഡ് എ പെയിൻഫുൾ ആൻഡ് എ ഷെയിംഫുൾ ഡെത്ത് എന്ന. ജീസസ് ഹാഡ് എ പെയിൻഫുൾ ആൻഡ് എ ഷെയിംഫുൾ ഡെത്ത്. ഹി ഡിഡ് എവറിതിങ് ഫോർ us. ആ സുവിശേഷമാണ് നമ്മെ കർത്താവ് ഫലമേൽപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവളെ പ്രശംസിക്കും. ദിസ് ഈസ് വാട്ട് ഗോസ്പൽ ഈസ്. ഇന്ന് കാണുന്ന പല സുവിശേഷവും സുവിശേഷമല്ല. അതൊക്കെ മെയ്ഡപ്പാ. അതിനകത്ത് അന്തസത്തയില്ല, എസൻസ് ഇല്ല. എല്ലാത്തിനും ഒരു അന്തസത്തയുണ്ട് അല്ലേ? ഒരു അന്തസത്തയുണ്ട്. പക്ഷേ ഇന്നത്തെ ഗോസ്പലിനൊന്നും അന്തസത്തയില്ല, എസൻസ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാകരുത്. സ്തോത്രം. നമുക്കൊരു നിമിഷം നമ്മളതിനെ സമർപ്പിക്കാം. കർത്താവേ, ഈ സുവിശേഷത്തിൻ്റെ ദൈവം നമ്മെ പ്രശംസിക്കുന്ന രീതിയിൽ നമ്മൾ നിത്യതയിലെത്തുമ്പോൾ നമ്മളൊക്കെ ഈ ചെയ്യുന്ന ഓരോന്നിനും പ്രതിഫലമുണ്ട് കേട്ടോ. അതിന് ഉദ്ദേശശുദ്ധിയോടെ, സ്നേഹത്തിൽ, ത്യാഗത്തിൽ, വിശ്വാസത്തോടെ ഈ കാര്യങ്ങളെല്ലാം വചനപ്രകാരം ചെയ്യുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ അംഗീകാരം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ സുവിശേഷത്തിൻ്റെ വക്താക്കളായി തുടർന്നുള്ള നാളുകൾ ദൈവം നമ്മെ എവിടെ അയക്കുന്നു അവിടെയൊക്കെ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇപ്പോൾ കാലം ഞങ്ങൾക്ക് തന്ന വലിയൊരു അവസരത്തിനായി സ്തോത്രം. സുവിശേഷത്തിൻ്റെ അന്തസത്തയെപ്പറ്റി ഇന്ന് ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ അതിൻ്റെ മുമ്പ് ആ സ്ത്രീയെ, എത്രയോ മഹത്തായ മാതൃക കാണിച്ച ആ സ്ത്രീയെ പ്രശംസിച്ച കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും അതിവേഗം അങ്ങേ കരയിൽ നിന്ന് നേടിയതെന്തെന്നറിയും എന്ന് ലോകം വെറുത്തോർ വില നാം അന്നാൾ അറിയും എന്ന് പാട്ടുകാരൻ പാടിയ പോലെ ഈ ലോകത്തിൽ ത്യാഗപരമായി കർത്താവിന് വേണ്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്യുവാൻ
നിത്യതയിലെത്തി സന്തോഷിപ്പാനാക്കണം. ഇന്ന് ഈ വചനം കേട്ട ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ സഭയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒരു കാര്യം